ഹലോ ഗായ്സ്, നമസ്കാരം. ഇത് നിങ്ങളുടെ സ്വന്തം കാസൂടൻ മല്ലു. ഗൈസ്, ഞാൻ ഇപ്പോൾ ഉള്ളത് മാംഗ്ലൂർ മജസ്റ്റിക് എന്ന് വന്ന് ടിക്ക ചിപ്പ എന്നുള്ള ഒരു മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നമ്മളെ റൂമിൽ നിന്ന് കുറേ നടക്കാനുണ്ട്. റൂമിൽ നിന്ന് ഇങ്ങനെ നടന്ന് ഏകദേശം ഇതിൻ്റെ അടുത്തുള്ള ഒരു സിഗ്നലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ സിഗ്നൽ ക്രോസ് ആയിട്ട് അപ്പുറത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റാണ്. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ മാർക്കറ്റിലുള്ള സാധനങ്ങളും ഇതൊക്കെ നമ്മൾ കാണിച്ചു തരാനുള്ള പ്ലാനിലുള്ളത്. അപ്പോൾ ഗൈസ്, നമ്മൾ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ. ഓക്കെ ഗൈസ്, ഇവിടെ മാർക്കറ്റിൽ എന്താണെന്നുള്ളത് നമ്മൾ കാണിച്ചു തരുന്നതാണ്. ടിക്ക ചിപ്പ മാർക്കറ്റ് വളരെ ചീപ്പ് റേറ്റൊക്കെ സാധനം കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഗൈസ്, ഇപ്പോൾ സിഗ്നൽ ക്രോസ് ആക്കി നമ്മളിപ്പോൾ ഈ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ സൈഡിൽ നല്ല നല്ല ബാഗൊക്കെ കാണാം. ചെറിയ റേറ്റിനുണ്ട് ബാഗ്, എല്ലാത്തരം ബാഗ്, ലെതർ ടൈപ്പ് ബാഗ് ഉണ്ട് ഇവിടെ. അതുപോലെ ഇതാ റോഡിൽ റഷ് ഉണ്ട്. മാർക്കറ്റിൽ ചെറിയ റോഡ്, നല്ല റഷ് ഉണ്ട്. പിന്നെ കുട്ടികളുടെ ടോയ്സ്, ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ആണല്ലോ. എന്താ എല്ലാം ചെറിയ ചെറിയ കച്ചവടക്കാർ. മേലെ ഷോപ്പുണ്ട് കേട്ടോ, മേലെ വലിയ വലിയ ഷോപ്പുണ്ട്, എല്ലാത്തിനും ഷോപ്പുണ്ട്. പക്ഷേ താഴെ ഫുട്പാത്തിൽ നടക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കച്ചവടക്കാർ. ലേഡീസിൻ്റെ നല്ല നല്ല ചെറിയ ചെറിയ ബാഗുകളാണ്, മോഡൽ ഐറ്റം ബാഗ്, എല്ലാ സാധനവും ഉണ്ട് ഇവിടെ. ഇവിടെ ചീപ്പ് റേറ്റിന് എല്ലാ സാധനവും ഉണ്ട്. സ്കൂൾ ബാഗ് എല്ലാം ഉണ്ട്. എന്താ ഇതാ ഇങ്ങനത്തെ എല്ലാം മാർക്കറ്റ്. ഇതാ മുടി, ഇതാണ്ട ലേഡീസിന് വേണ്ടിയില്ല മുടി, ലോങ് മുടി, ഇതാ ഇല്ല മുടി, ഇതാ മംഗലത്തിനെല്ലാം വെക്കാം. ഗൈസ്, ഇതാണ്ട് നല്ല നല്ല ചിത്രങ്ങളുണ്ട്. ഇതാ കുറേ ചിത്രങ്ങൾ, ഇതാ നല്ല അടിപൊളി സാധനം. ബേസിക്കലി ഇങ്ങനെ ക്രോസ് ആക്കണം. ഇതാ വണ്ടി കുറച്ച് മുമ്പോട്ടൊക്കെ നടന്നപ്പോൾ ഫുള്ള് ഹാർഡ്വെയറിൻ്റെ ഷോപ്പ്, ഹാർഡ്വെയർ ഐറ്റംസ്, ലൈറ്റിൻ്റെ എല്ലാം ഷോപ്പ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കുറച്ചൊന്നുമല്ല, ഇലക്ട്രോണിക്സ്, സ്വിച്ചുകൾ, കാര്യങ്ങളെല്ലാം. അതുപോലെ ലേഡീസ് ഫാൻസി ഐറ്റംസ്, ഫാൻസി ബെൽറ്റ്, ആൻറ്റിക് വർക്ക് ഉണ്ട്, ടെമ്പിൾ വർക്ക്, ലേഡീസ് ബാഗ്, ഷോർട്സ്, ലൈറ്റിൻ്റെ ഫാൻസി ലൈറ്റിൻ്റെ എല്ലാ ഷോറൂം. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഗൈസ്, നോക്കൂ വീട് ഞാൻ ഏത് ഭാഗത്ത് തിരിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആൾക്കാരാണല്ലോ. ഏത് ഭാഗത്ത് പോയാലും ആൾക്കാർ. ഇത്രയും ആൾക്കാർക്ക് പണിയൊന്നുമില്ല, അല്ല പണിൻ്റെ ആവശ്യത്തിന് വന്നത് എന്തും പറയാൻ കഴിയുന്നില്ല. പാല് വെച്ചാണ്, പാല്. ഇതെല്ലാം ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ കാണാം, പക്ഷേ ഇതെല്ലാം ചീപ്പ് റേറ്റിന് വെക്കുന്ന സ്ഥലങ്ങളാണ്. ഇതാണ് ഫാൻസി കമ്മൽസ്, എല്ലാ മോഡലുണ്ട്. ലേഡീസ് ഫാൻസി കമ്മൽ, ഫാൻസി നെക്ലേസ് എല്ലാം ഉണ്ട്. അതിൻ്റെ ഇപ്പുറം ട്രഡീഷണൽ ടെമ്പിൾ വർക്കിൻ്റെ നെക്ലേസ്, ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. ഫാൻസി ഇയറിങ് എല്ലാം ഉണ്ട്. പൈസ വയ്ക്കുന്നുണ്ട് കേട്ടോ, ഓരോ ഗല്ലിയിൽ നിന്ന് പിടിക്കുന്നത്. പക്ഷേ ഇല്ലയെന്ന് പറയുമ്പോൾ ഒഴിവാക്കുന്നത്. മുമ്പ് അതൊക്കെ വലിയ പ്രശ്നമൊന്നുമില്ല. പൂവിൻ്റെ ഒക്കെ ഷോപ്പ്, പൂ ഷോപ്പ്. നമ്മളങ്ങനെ നടന്ന് ആ റോഡിൽ നിന്ന് ചെറിയൊരു ഗല്ലിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഗല്ലിയിലെല്ലാം നല്ല പബ്ലിക് ഉണ്ട് കേട്ടോ. എല്ലാ ഗല്ലിയിലും വണ്ടി പോകുന്നുണ്ട്. ആ നേരത്തെ പ്രത്യേകത ചെറിയ ചെറിയ ഗല്ലി കിട്ടിയാലും ഉള്ളിലെ വണ്ടി വരും. അത് ചെറുത് വലുത് ഗല്ലിയൊന്നുമില്ല. ചെറിയ ഗല്ലിയാണെങ്കിൽ അതിനുള്ളിൽ ബൈക്ക് വരും. കുറച്ചും കൂടി സൈസ് ഉണ്ടെങ്കിൽ അതിൽ ഓട്ടോ ലോറി വരുവാണെങ്കിൽ വരും. അങ്ങനത്തെ വയ്യാനിത്. പക്ഷേ അതിനിടയ്ക്ക് ഇത്രയെല്ലാം ആൾക്കാർ പോകുന്നുണ്ട്. മെഗാ സെയിൽ ഷോപ്പ്. ഇത് ട്രഡീഷണൽ വർക്കിൻ്റെ ഈ നെക്ലേസിലും ഭയങ്കര ഷോപ്പ് കേട്ടോ. കുറേ ഉണ്ട്, ഒന്ന് രണ്ടെണ്ണം മതി, ഇഷ്ടം പോലെ ഷോപ്പുണ്ട്. അവിടെ വേറൊരു ഗല്ലി, ലേഡീസിൻ്റെ കിഡ്സിൻ്റെ നല്ല ഡ്രസ്സ്. ഇതാണ് ലോക്കൽ മാർക്കറ്റ്. കണ്ടതാ ലോക്കൽ മാർക്കറ്റിലെ കച്ചവടം. അതിൻ്റെ നമ്മൾ ഇത്ര വലിയ മാർക്കറ്റ് ഇതുവരെ കണ്ടിട്ടില്ല. സ്ട്രീറ്റ് കച്ചവടം, വലിയ വലിയ ഷോപ്പുണ്ട്. ഈ സ്ട്രീറ്റിൻ്റെ ഇടയിൽ തന്നെ വലിയ വലിയ ഷോപ്പുണ്ട്. അതിൻ്റെ ഇടയിലും ഇവർ ചെറിയ ചെറിയ ഷോപ്പ് ഇട്ടിട്ട് കച്ചവടം ചെയ്യുന്നു.
വലിയ വലിയ ഷോപ്പിലും ആൾക്കാരുണ്ട്, ചെറിയ റോഡ് സൈഡിലെ ഷോപ്പിലും ആൾക്കാരുണ്ട്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അല്ല നമുക്ക് ടൗണിൽ അങ്ങനെ വലിയ ഇതൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ഇങ്ങനത്തെ ചെറിയ ചെറിയ മാർക്കറ്റിലാണ് ഇത്രയെല്ലാം ആൾക്കാരെ കാണുന്നത്. ഇന്നലെ ഇട്ട വീഡിയോയിൽ മാർക്കറ്റ് ഉണ്ടല്ലോ, അതുപോലെ ഇങ്ങനത്തെ മാർക്കറ്റുകളിലാണ് നല്ലോണം ആൾക്കാർ കൂടുന്നു. ടൗണിലെല്ലാം കുറച്ച് ആൾക്കാരല്ലോ അത്യാവശ്യം. ഇവിടെല്ലാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും സാധനങ്ങൾ എടുക്കാനും കുറേ ഷോപ്പ് ഇങ്ങനത്തെ എല്ലാം ഉണ്ടായതുകൊണ്ട് ആൾക്കാർ നല്ലോണം ഉണ്ട്. എല്ലാ സാധനവും ഉണ്ട് ഇവിടെ. ഡ്രസ്സ് ആയിക്കോട്ടെ, ഫാൻസി ആയിക്കോട്ടെ, പിന്നെ ഹാർഡ്വെയർ എല്ലാം A to Z ഷോപ്പ് ഈ ഭാഗത്തുണ്ട് ഈ മാർക്കറ്റിൽ. ഇനി എന്ത് വേണ്ടത് എല്ലാം കിട്ടൂടെ. അല്ലോ ഓക്കെ വേണ്ടത് ചോളം അങ്ങനത്തെ എല്ലാം കിട്ടുന്ന ഷോപ്പ്. ഇപ്പോൾ ഒരു വണ്ടി കൂത്തോട്ടെ കേട്ടോ. വണ്ടി ഫ്രണ്ടല്ല, അപ്പോൾ അവർ ബാക്ക് വരുമ്പോൾ സ്കൂട്ടി. പക്ഷെ തട്ടിയില്ല, എന്തായാലും ജസ്റ്റ് മിസ്. പെൻഡൻസിലെല്ലാം ബെൽറ്റ്, ഫാൻസി, ഇയറിങ് എല്ലാ സാധനവും ഉണ്ട് ഈ മാർക്കറ്റിൽ. എന്താണോ ഈ മാർക്കറ്റിൽ വേണ്ട എല്ലാ സാധനവും കിട്ടും, ഒന്നും കിട്ടാറില്ല. ഇതാണ്ടാ ഇനി ഇതും കൂടി ലേഡീസിൻ്റെ ഇതാണ് മേക്കപ്പ് സെറ്റ് കാര്യങ്ങളെല്ലാം സസ്താമില്ല പ്രൈസ്. अच्छा सब कुछ मिलता है इधर. ഇപ്പോൾ നമ്മൾ കണ്ടത് ലേഡീസ് ഫാൻസി മേക്കപ്പ് അങ്ങനത്തെ എല്ലാ ഐറ്റംസിൻ്റെ ഷോപ്പാണ്. നല്ല ആൾക്കാർ എല്ലാം ആരും ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മളോട് എടുക്കേണ്ട അങ്ങനെ ഒന്നും പറയുന്നില്ല. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. നമ്മളങ്ങനെ നടന്ന് ഇപ്പോൾ ഒരു ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ജംഗ്ഷനിൽ കണ്ടതാ 4 സൈഡിലും കണ്ടതാ. ഈ സൈഡുണ്ട് ആൾക്കാർ, ഷോപ്പ്. ആർന്നിപ്പോൾ ഈ ഗല്ലിയിൽ പോകുമ്പോൾ ഇവിടെയും ആൾക്കാർ, ഷോപ്പ്. അവിടെ നിന്ന് കണ്ടതാണ് 4 സൈഡിലും ഫുൾ ആൾക്കാർ. ഇപ്പം ഞമ്മിപ്പോൾ വന്നത് ഈ സൈഡിൽ നിന്ന് നമ്മളിപ്പോൾ വന്നിട്ട് നമ്മൾ ഇങ്ങനെ കയറി ഈ ജംഗ്ഷനിൽ ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ വേറൊരു ഏരിയയിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്നത്. ഇങ്ങോട്ടേക്ക് നടക്കുമ്പോൾ നമുക്ക് അത്ര ആൾക്കാർ കുറച്ച് കുറവുണ്ട്. നേരത്തെ പോയ ഗല്ലിനേക്കാളും ആൾക്കാർ കുറച്ച് കുറവാണ് ഈ ഏരിയയിൽ. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ പോകുന്നത് ഗൈസ്. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇങ്ങനെ കാണിക്കാനുള്ള കാരണം നമ്മളെ നാട്ടിലുള്ള കുറേ ആൾക്കാർ ഇങ്ങനെ ചെറിയ ചെറിയ മാർക്കറ്റൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ടൗണിലെല്ലാം വന്നിട്ട് ഇങ്ങനെ പോയതായിരിക്കും. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ മാർക്കറ്റൊക്കെ നമ്മൾ വീഡിയോ എടുത്തിടുന്നത്. ഇപ്പോൾ വെയിൽ കൊണ്ടിട്ടുണ്ട്. ഇതാ ഇത്രയും സമയം നടന്നതിൽ ഒരുപാട് കറുത്ത് കരുവാളിച്ച്. പക്ഷേ നല്ല പ്രശ്നമില്ല. ഇതാ മെഹന്തി ഷോപ്പ് ഉണ്ട്. ഇതാ മെഹന്തി ഐറ്റംസ് ഉണ്ട്. ഇതാ എല്ലാ ടൈപ്പും ഉണ്ട്. ചോപ്പുണ്ട് ഇവിടെ. സസ്ത മെഹങ്ക പ്രൈസ് കിतना आता है? 10 रुपये പീസ് 10 रुपये. ഒരു പാക്കറ്റിന് വരുന്നത് 10 രൂപ വന്നിട്ട്. ഇതാ ഇങ്ങനത്തെ ഒരു പാക്കറ്റിന് ഏതെടുത്ത് കഴിഞ്ഞാലും ഒരു പാക്കറ്റിന് 10 രൂപ ആ റേറ്റിൽ. പിന്നെ പാക്കറ്റ് വരുന്നുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഹെയർ കളറിൻ്റെ ഇത് വരുന്നുണ്ട്. ഓക്കെ ഭയ്യ, താങ്ക് യു ശുക്രിയ. വേറെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി ഈ മെഹന്തി ഐറ്റമിലെല്ലാം നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഈ പ്രൈസ് എന്നാന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ഇവിടെ കണ്ടപ്പോൾ പ്രൈസ് ചോദിച്ചെന്നുള്ളൂ. അപ്പോൾ നിന്നെ നാട്ടിലത്തെ ആൾക്കാർ കണ്ടിട്ട് ഇതിന് നാട്ടിൽ ഇത്രയേ ഉള്ളൂ എന്ന് പറയണ്ട, അറിയാത്തതുകൊണ്ട്. ഓക്കെ നമ്മളെ നാട്ടിൽ ആരും ഇങ്ങനെ വെക്കുന്നുണ്ട്. ചക്ക വെക്കാൻ നോക്കിയതാ, കുഞ്ഞിട്ട് വെക്കുന്നുണ്ട്. ഇവിടെ ചക്ക ഉണ്ട്. ഇവിടെ മണമുണ്ട് കേട്ടോ ചക്കക്ക്. വേണ്ട നാരങ്ങ ജ്യൂസ് ആക്കാനുണ്ട്. ഇങ്ങനെ ഇതിലിട്ട് പിഴിഞ്ഞിട്ടാണ് നാരങ്ങ ജ്യൂസ് ഉണ്ടാക്കുന്നത്. നാരങ്ങ ജ്യൂസിൻ്റെ മെഷീൻ കറണ്ടൊന്നും വേണ്ടതാ. അങ്ങനെ അതിലിട്ട് തിരിച്ചെടുക്കും. തിരിച്ച് നാരങ്ങ ഇട്ട് കഴിഞ്ഞാൽ ജ്യൂസ് കിട്ടും. കണ്ടോ ഫ്രൂട്ട്സ്. അവിടെ നിന്ന് കുറച്ചും കൂടെ നടക്കുമ്പോൾ കുറേ ബേക്കറി ഐറ്റംസ് ഇല്ല. ഇവരുടെ ഇവിടുന്ന് ഉണ്ടാക്കുന്ന ഐറ്റംസ് ഇട്ടാ. ഇത് പിന്നെ ഒരു അമ്പലം. ഇവരുണ്ടാക്കിയ ഹോം മെയ്ഡ് ഐറ്റംസാണ് ഇവിടെ വെക്കുന്നത്. ഇവിടെ ചെറിയൊരു അമ്പലമുണ്ട്. കണ്ടതാ ബേക്കറി. പിന്നെ ഇതിൻ്റെ കുറച്ച് നമ്മുടെ നാട്ടിലെ പച്ചക്കറി, വെണ്ട, ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ്. ഒരു മേക്കപ്പ് ഷോപ്പുണ്ട്. പിന്നെ ഫുള്ള് മേക്കപ്പ് തന്നെയാണ് കേട്ടോ. ഇങ്ങനത്തെ ചെറിയൊരു പെട്ടിൻ്റെ മേലില്ലേ ലേഡീസ് ഉപയോഗിക്കുന്ന ഏകദേശം എല്ലാ സാധനവും ഉണ്ടോ. നമുക്ക് ഇതിൻ്റെ പേരൊന്നും അറിയില്ല. എന്തൊക്കെ ഫൗണ്ടേഷനാ, എന്ത് ലിപ്സ്റ്റിക്കാ, എന്തൊന്നും അറിയില്ല. ഇങ്ങനത്തെ ഒരു പെട്ടിൻ്റെ മേലെ ഒരു ചെറിയ സ്റ്റാൻഡ്. അതിന് മേലെ എല്ലാ മുതലുണ്ട്. ഇതിൽ തപ്പിയിട്ട് ഓരോ കുറേ ഷോപ്പിലൊന്നും പോകണ്ട. ഒന്നിൽ നിന്നാൽ തന്നെ എല്ലാ സാധനവും കിട്ടും. അങ്ങനത്തെ ചെറിയ തട്ട്. ഇതുണ്ടതാ ടെമ്പിൾ ഐറ്റംസ് ഫുള്ളുണ്ട്. വലിയ ഉണ്ട്. ഇതിൽ പേരറിയില്ല, ഇതൊന്നും ആരും എല്ലാവരും ഉണ്ട്. ഇങ്ങനത്തെ ഒരു ഷോപ്പ് ഇതുണ്ട്. വേറൊരു വലിയൊരു ഷോപ്പുണ്ട് ഇതാ. ടെമ്പിൾ ഐറ്റംസിന് വലിയ ഷോപ്പുണ്ട്. ഇതുണ്ട്. വലിയ നമ്മളെ തീ ഇതാക്കുന്ന സാധനം. इसके नाम क्या है? नाम जानता? इसके नाम जानता है?
इसका ये बुद्धा है ഇതൊക്കെയാണ് മാർക്കറ്റ്. ആർക്കും എന്ത് വേണ്ടെങ്കിലും കിട്ടുക. സ്വാതന്ത്ര്യദിനത്തിൻ്റെ പതാകയുടെ പാർന്ന് കിട്ടുക. നമ്മളെ ഓഗസ്റ്റ് 5 കൊടിയുണ്ട്. ഈ എല്ലാ ഐറ്റം ഉണ്ട് കേട്ടോ. കുറേ ഉണ്ട് ഫാൻസി ഐറ്റം. പിന്നെ കുറേ ബുക്കിൻ്റെ ഷോപ്പ്. ഇനി ഇതും കൂടി ഇല്ല വേണ്ടത് ബുക്ക്. പക്ഷെ നമുക്ക് ഇതിനെക്കുറിച്ച് ഇല്ല കേട്ടോ. പഠിക്കാത്തതുകൊണ്ട് ബുക്ക് വായനൊന്നുമില്ല. എന്തെല്ലോ ബുക്കുണ്ട് ഇംഗ്ലീഷ്. ഇതുണ്ട് ഷർട്ടിൻ്റെ പുതിയൊരു കവറായിട്ട് വന്നിട്ടുണ്ട്. 4 ഷർട്ട് എത്ര വരുന്നേ? देखो भैया नहीं यूट्यूब में केरला में जाएगा, इधर ही नहीं है. नहीं बंद किया नाम बोलो 4 ഷർട്ട് 1000. 4 ഷർട്ടിന് 1000 രൂപ ഇട്ടോ. നല്ല ഷർട്ട് ഇട്ടാ 1000 4 ഷർട്ട് 1000 രൂപക്ക് 4 ഷർട്ട്. ഏത് കുറേ മോഡലുണ്ട് ഇട്ടാ. പ്ലെയിൻ വേണമെങ്കിൽ പ്ലെയിൻ ഉണ്ട്. എല്ലാ മോഡലും ഉണ്ട്. നമ്മളങ്ങനെ മാർക്കറ്റിൽ നിന്ന് നടന്ന് ഒരു റോഡിൻ്റെ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. KG റോഡ് അങ്ങനെ എന്താ അതിൻ്റെ പേര് കറക്റ്റ് അറിയില്ല. ഇവിടെ പോത്തിൻ്റെ മാർക്കറ്റ് പോലെ റോഡ് സൈഡിൽ അങ്ങനെ കച്ചവടമില്ല കേട്ടോ. ഇവിടെ ഇത് കുറച്ച് ആൾക്കാരും വാക്കിങ്ങിലുള്ള മാത്രം ഏരിയ. നമ്മളങ്ങനെ നടന്നിട്ട് വരുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു സെൻ്ററാണ് അകത്ത്. അതായത് ചെറിയ ചെറിയ ഷോപ്പിങ്ങിൻ്റെ ഒരു ഏരിയ ആണ്. നമുക്ക് നോക്കാൻ അവസ്ഥ എന്നുള്ളത് അതായത് ഒരു ബിൽഡിങ്ങിൻ്റെ താഴെ ഒരു ഷോപ്പിംഗ് സെൻ്റർ അങ്ങനത്തെ സാധനം നോക്കുന്നത്. വെറും 650 രൂപ. നമ്മുടെ നാട്ടിലെപ്പോൾ നാട്ടിൽ അടുത്ത മംഗലത്തിന് വേണ്ടിയാണ് കേട്ടോ. സ്റ്റിച്ചാക്കണം. നമുക്ക് തന്നെ സ്റ്റിച്ചാക്കണം. കുറച്ച് നല്ല മാർക്കറ്റ് കേട്ടോ. ഇതിൻ്റെ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ഷോപ്പിൽ ഓപ്പൺ ആയിക്കൊണ്ട് വരുന്നുണ്ട്. ഒരു ഷോപ്പിംഗ് സെൻ്റർ ഉണ്ട്. നമ്മൾ എന്താ പറയുക നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നുള്ളൂ. അതായത് ഇതുപോലെ തന്നെ ഡ്രസ്സ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ജെൻസ് ലേഡീസ് കിഡ്സിൻ്റെ ഡ്രസ്സ്. അപ്പോൾ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി തോന്നുന്നു. അപ്പോൾ നമ്മളൊരു ചേട്ടനെ കണ്ടു. പേര് കേശവ്. ഇവിടെ കർണാടക. നമ്മളിവിടെ വരുന്ന ഷോപ്പുണ്ട്. ഫുള്ള് പൈജാമ ജെൻസിൻ്റെ ഉള്ള ഷോപ്പാണ്. ജീൻസ് ഉണ്ട്, നമ്മളെ പൈജാമ ഉണ്ട്. റേറ്റിൽ അങ്ങനെ വരുന്നു ഇവിടെ മാർക്കറ്റിൽ. ഇതിൻ്റെ പൈജാമ സൂട്ടെല്ലാം ഏകദേശം 6000. സ്റ്റിച്ചിങ് എല്ലാം ഉണ്ടോ അവിടെ? എല്ലാം ഉണ്ടല്ലേ? ഓക്കെ. അപ്പോൾ താങ്ക് യു. അടിപൊളി ഷർട്ട് പാൻറ് ലേക്കറിന് വേണ്ടി അതിനെ പറയുന്നത് ലേക്കറിന് വേണ്ടി ജെൻസിൻ്റെ ഷോപ്പിൽ. ശരിക്കും നമ്മുടെ നാട്ടിൽ കാഞ്ഞങ്ങാടിലുള്ള ജെൻസിൻ്റെ ഷോപ്പ് തന്നെയാണ് ഉള്ളത്. ജീൻസ് ഷർട്ട് എല്ലാം ഉണ്ട്. ശരിക്കും നമ്മൾ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ജെൻസിൻ്റെ മാത്രമുള്ള ഒരു ഷോപ്പ് കാണുന്നത്. शर्ट का मिक्स का शर्ट का कितना? शर्ट का 600. सस्ता है हमारे गाँव से सस्ता है. 600 रुपये വരുന്നില്ല കേട്ടോ ഒരു ഷർട്ടിന്. പിന്നെ പാൻറ്റിന് 600. എന്തെടുത്താലും 600 ആ റേഞ്ചേ ഉള്ളൂ പ്രൈസ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ 1200 1300 കൊടുക്കണം ഒരു ഷർട്ട് പാൻറ്റിന്. പ്രൈസ് ഇതാണ്ട് നമ്മളെ സ്വാതന്ത്ര്യദിനം അനുബന്ധിച്ചിട്ട് ഇവിടെ കെട്ട് ചെയ്താണ്ടോ ഫ്ലാഗ്. നമ്മളെ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് ഫുള്ള് ഇവിടുന്ന് മുതൽ അങ്ങ് തലവരെ ഫ്ലാഗ് കെട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ രാജ്യസ്നേഹം. कैसे? अच्छा है. नाम क्या है? महादेव. शुक्रिया. സ്റ്റെപ്പിലൂടെ നമ്മളിങ്ങനെ ഇറങ്ങി ഫസ്റ്റ് നേരെ പോകുമ്പോൾ നമുക്ക് കാണാം ഒരു നല്ലൊരു സൺഗ്ലാസിൻ്റെ ഷോപ്പുണ്ട് കേട്ടോ. ചേട്ടൻ്റെ ഇതാണ് നമ്മളില്ലാസ് ഈ ഒരു സ്പെക്ക് നോക്കിയിട്ടുണ്ട്. നോക്കട്ടെ 150 പറയുന്നു കേട്ടോ. 150 പറയുന്നു. ലാസ്റ്റ് കിട്ടുന്ന ചേട്ടനാ സസ്താക്കർക്ക് ചെയ്തോ. നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇല്ലാസ് നോക്കി ആ സ്പെക്ക് നമ്മൾ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. അവർ 150 പറഞ്ഞ് ലാസ്റ്റ് പറഞ്ഞ് 120 ആക്കി. അങ്ങനെ അതിൽ നിന്നും കുറച്ച് ലാസ്റ്റ് റൗണ്ടാക്കി 100 പോരത്തിലാണ് ഈ ഗ്ലാസ് വാങ്ങിച്ചു. ഇല്ലാസ് വാങ്ങിച്ചാണ് കേട്ടോ. ഗൈസ് നമ്മളങ്ങനെ നടന്ന് എവിടെയോ എത്തി. ഗൈസ് എവിടെയോ എത്തി. എവിടുന്ന് നമ്മളെന്തായാലും ഇവിടെയുള്ള കാഴ്ചകളെല്ലാം കണ്ട് ഒന്നും എടുക്കാനില്ല. നമ്മളതിനെ തിരിച്ച് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റൂമിൽ നിന്ന് ഫ്രഷ് ആയിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് വൈകിട്ടൊന്ന് ഇറങ്ങാം. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇപ്പോൾ പുറമെ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഗൈസ്. നിങ്ങളുടെ സ്വന്തം കാസർഗോഡിയൻ.
മല്ലു പിന്നെയും വരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, താങ്ക് യു സോ മച്ച്. ബൈ ബൈ.